എന്താ ഇരുട്ടത്ത് വന്ന് നിന്ന് പേടിയുണ്ടോ? ഒന്നുകൂടെ നോക്കി, മുഖമൊന്ന് കാണാനാ. ഞാനൊരു ധൈര്യത്തിന് ഒരു പെഗടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കുട്ടി കരുതുന്ന പോലെ അങ്ങനെ ബോറായിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. എന്താ പേര്? ആദ്യമായിട്ടാണെന്ന് കുട്ടിയെ കൂട്ടിക്കൊടുന്ന തടിയൻ പറഞ്ഞു. ഞാനും ആദ്യമായിട്ടാ. ഒന്നുകൂടെ നോക്കി. ഇഷ്ടത്തോടു കൂടി വന്നതല്ല അല്ലേ? നീ ഇത്ര പെട്ടെന്ന് നീ പോന്നു? ശരിയാവില്ല അലക്സ്. അതൊന്നും മുഖത്ത് പോലും നോക്കുന്നില്ല. മുഖത്തെന്താ നോക്കുന്നത്? നീ പതുക്കെ കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങും. എനിക്ക് വയ്യ, നീ പോയാ മതി. ഞാൻ പോവും, പക്ഷെ അതിനുള്ള മൂടായിട്ടില്ല. ഒരു 2 എണ്ണം കൂടെ അകത്ത് തരണം. ധൈര്യം പോരെങ്കിൽ നീ ഇതൂടെ വീശ്, എന്നിട്ട് ചെല്ലേ. വേണ്ട, ഇന്നിന് ശരിയാവില്ല. എടാ, നിനക്ക് വേണ്ടിട്ടാ ഞാൻ ഈ പാടുകൂടി ഇതൊക്കെ സെറ്റപ്പ് ചെയ്തത്. എന്നിട്ട് ഒരുമാതിരി അമ്മച്ചി എങ്ങനെ പറഞ്ഞ? അയ്യടാ, ഈ വക കാര്യങ്ങളൊക്കെ അമ്മച്ചിയുടെ സമ്മതം വാങ്ങിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഓളാർന്ന് നീ ചെല്ല്, ഇതും പിടിപ്പിച്ചോ, ചെല്ല്, പിടിയാ. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. കുറച്ചേരം സംസാരിച്ചിരുന്നൂടെ? ഇങ്ങോട്ട് നോക്കി. ശോഭ എന്നാണോ പേര്? അന്ന് ഹോളി ഏഞ്ചൽസ് കോൺവെന്റിൽ SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് സമ്മാനം പിടിച്ച കുട്ടി. എന്റെ അമ്മച്ചിയെ സമ്മാനം തന്നത്. സ്റ്റേജില് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ ഓർക്കുന്നുണ്ടോ? കോളേജിൽ ചേർന്നില്ലേ? ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ 90% മാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അമ്മ മരിച്ചത്. പഠിപ്പ് നിർത്തി. ഭാര്യരുടെ വീട്ടിൽ പുറംപണിക്ക് പോയിട്ട് അമ്മ പഠിപ്പിച്ചിരുന്നത്. പഠിച്ച് ഡോക്ടർ ആവണ്ടെന്ന് വല്യമ്മ പറഞ്ഞു. അമ്മയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട സ്ത്രീയെ എനിക്കിഷ്ടമല്ല. അവരെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അവരെ കൊണ്ടുപോന്നു. തീപ്പെട്ടി കമ്പനിയിൽ പണിക്ക് പോയപ്പോ ദിവസം 5 രൂപ കിട്ടിയിരുന്നതാ. കൂടുതൽ കാശ് കിട്ടുമെന്ന് പൊന്നപ്പം വല്യമ്മയോട് പറയണ കേട്ടു. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. പറഞ്ഞോളൂ. പിന്നെ ഇങ്ങ് പോന്നാ? ഓ, എനിക്കെന്തൊരു മൂടില്ല. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ. എനിക്ക് അപ്പോഴേ അറിയാം നീ പോയ പോലെ ഇങ്ങ് തിരിച്ചു വരുമെന്ന്. നമ്മൾ കരുതുന്ന പോലെ ഒരു പെണ്ണല്ലത്. അവളൊരു പാവ. അയ്യാടാ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യല്ലേ. കൈയിരുന്ന കാശും കൊടുത്ത് കഷ്ടപ്പെട്ട് ഒന്നത്തിന് ഒപ്പിച്ചോണ്ട് വന്നപ്പം നീ ആര് പുണ്യാളനെ? അതല്ലടാ, കോളേജിലൊക്കെ പഠിച്ച പെണ്ണ. സഹായിക്കാൻ ആരും ഇല്ലാത്തോണ്ടാ ഈ ഗതിയിലായത്. അതെ, ദൈവനിശ്ചയം. ഉള്ള പെമ്പിള്ളേരൊക്കെ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും IAS ഒക്കെ ആയ നമ്മുടെയൊക്കെ, അല്ല എന്റെയൊക്കെ ഗതി എന്താവും? ഇതിനും വേണ്ട കുറെ എണ്ണം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നല്ല മൂഡ്. അലക്സേ, നീ പോണ്ട, വെറുതെ അവളെ ഉദ്ധരിക്കണ്ട. ഇതെന്ത് കൂത്ത്? നീ നല്ല ഫിറ്റാ. ഈ അവസ്ഥയിൽ അവളുടെ വിഷമം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ വെറുതെ ക്ലാഷ് ഉണ്ടാക്കരുത്. മാറി അലക്സേ, അവിടെ പറയുന്ന. എടാ, എങ്ങാണ്ട് കിടന്ന ഒരു അലവലാതി പെണ്ണിന് വേണ്ടി നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ മാറിയില്ല. പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവും. ഇറ്റ്സ് ഫോർ മീ. സകല ത്രില്ലും പോയി. 4-5 വീശി കിടന്ന് ഉറങ്ങാനായിരുന്നെങ്കിൽ 10-45 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരണമായിരുന്നോ? അവിടെ എങ്ങനെ കിടന്നാ പോരായിരുന്നോ? എടാ ഗോല, ഒരു കുപ്പി വാങ്ങിച്ചോണ്ടോ? സമയം ഒരുപാടായി, കട അടച്ചു കാണും. എടാ, ഏതെങ്കിലും കട കുത്തി തുറന്നെങ്കിൽ മാറ്റണ്ടോ? ചെല്ലേ. നല്ലോട് തലക്ക് പിടിച്ചു വന്നതാ, കംപ്ലീറ്റ് പോയി. മൂടിപ്പറിച്ച് അവിടെ പോയി കിടന്ന് ഉറങ്ങ.
ആ കുട്ടി കാലത്തിന് പോയി സർ. അതെ, ഈ കുഴിത്തറ പൊന്നപ്പൻ എന്ന് പറഞ്ഞാള് നേരെ പോയാ മതി. സാർമാരെന്താ ഈ വഴിക്ക്? ഇന്നലെ കൊണ്ടുവന്ന പെണ്ണെവിടെ? അത് മാധവേടത്തിന്റെ വിലയിലുണ്ട്. അതെവിടെ? സാർമാർക്ക് ശരിക്കും അങ്ങോട്ട് പിടിച്ചെന്ന് തോന്നുന്നു. ഇവിടെയുള്ള ഏർപ്പാടൊന്നുമില്ല. വേണമെങ്കിൽ ഇന്നലത്തെ പോലെ ഞാൻ രാത്രി ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരാം. വേണ്ട വേണ്ട. ആ മാധവിയോടെ? വന്നാട്ടെ. ആ പെണ്ണിനെ ഈ സാർമാരത്തൊക്കെ ഇന്നലെ കൊണ്ടുപോയത്. കേറി ഇരുന്നാട്ട് സാറേ, ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. സാരമില്ല. എത്ര പറഞ്ഞിട്ടും പെണ്ണിന് വിവരം വെക്കുന്നില്ല സാറേ. ഇന്നലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഉന്തി തള്ളി വിട്ടത്. പൊന്നപ്പനെ എവിടെ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നാലും തല്ലിക്കൊന്ന പെണ്ണ് പോവില്ല. പിന്നെ ഇവിടെ ബുദ്ധിമുട്ടാ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അസൂയക്കാരാ. അതിനല്ല, ഇവൻ ആ പെണ്ണുമായിട്ടൊന്ന് സംസാരിക്കണം. അതിനെന്താ, അവത്തോട്ട് എന്നാട്ടെ സാറേ. സാർ അവളെ ഒന്ന് ഗുണദോഷിക്കണം. ചെല്ല. രാവിലെ നേരത്തെ പോന്നില്ലേ? സ്വപ്നങ്ങളില്ലാത്ത മനസ്സ് നന്നായിട്ട് വരയ്ക്കുമല്ലേ? രാത്രി ഉറക്കം വന്നില്ല. ഇനിയുള്ള പ്രഭാതങ്ങളിലും പരിശുദ്ധിയോടെ ഉണരണമെന്ന് ആഗ്രഹമില്ല കുട്ടിക്ക്? ഇനി പഠിക്കണ്ടേ? കോളേജിൽ പോണ്ടേ? കൊണ്ടുപോകാനേ വന്നത്. ഇവിടെ നിന്നാ അവര് പറയുന്ന പോലെയൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? എന്റെ കൂടെ വന്നൂടെ? എന്നെ വിശ്വാസമില്ലേ? പേടിക്കണ്ട, അവരാരും കുട്ടി ഒന്നും ചെയ്യില്ല. അലക്സേ, പോവാം. പിന്നെ ഞാനിവിടെ കൊണ്ടുപോവാ. ഒന്നിരട്ടിയിട്ട് പൊന്നപ്പൻ അവിടെ കൊണ്ടാക്കും. അത് പോരെ സാറേ? ഇനിയിപ്പോ പൊന്നപ്പന്റെ സഹായം ആവശ്യമില്ല. അതെന്താ സാറേ? തനിക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. ഇനി ശോഭയും കൂടി തിരിച്ചു വരുന്നില്ല. പിന്നെ അവൾ എന്റെ കൂടെ വരാൻ പോവാ. അത് അവള് തീരുമാനിച്ചാ മതിയോ? പിന്നെ ആരെ തീരുമാനിക്കണം? ആഹാ, അത് ശരി. സാറുമാരുടെ ഉദ്ദേശം മനസ്സിലായി. അതിവിടെ നടക്കില്ല. ഇത് എന്റെ പെരയാ. എന്റെ സമ്മതമില്ലാതെ ഇവിടുന്ന് ആരും ആരെയും കൊണ്ടുപോയില്ല. പിന്നെ നിങ്ങൾ ഇവിടെ ആരാ? അമ്മയല്ലല്ലോ, വകയിലൊരു വല്യമ്മ, അത്രയല്ലേ ഉള്ളൂ. ആരോരുമില്ലാത്തൊരു പെണ്ണിനെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടു നിർത്തി പിഴപ്പിക്കാനല്ലേ? പഠിപ്പിക്കണോ പിഴപ്പിക്കണോ എന്നൊക്കെ മാധവേടത്തിൽ തീരുമാനിക്കും. സാർമാര് പോ. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. പ്രായപൂർത്തിയായ ഒരു പെണ്ണ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവക്കുണ്ട്. ശോഭ ഇറങ്ങ്. തടുക്കാനാണെങ്കിൽ തടുത്തോ. എബി വാ. വരട്ടല്ലേ സാറേ? ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? കൂടുതൽ ചാടിയ രണ്ടിനെയും പിടിക്കാൻ പോലീസിലേപ്പിക്കും. നീങ്ങ. ഇതിനെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ പരിപാടി? ഒരാവേശത്തിന് നിന്റെ കൂടെ കൂടിയതാ ഞാനും. പെണ്ണുകേസാ, അകത്താവും. നാണക്കേട് വേറെയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. വല്ല റെസ്ക്യൂ ഹോമിലും കൊണ്ടിരുന്നാക്കാം. നീ എന്തായി പറയുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ കെട്ടി കൂടെ പുറപ്പിക്കും. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നീ വണ്ടി എടുക്ക്. എടുക്കടാ.
എന്താ കാണുന്നില്ല? ഇറങ്ങിയോ? ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ക്ലീൻ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ സാർ നോക്കിക്കോളണം. നീ എവിടെ പോണു? ഞാൻ പള്ളിയിൽ പോകുന്നു. എന്തിന്? ഒന്ന് കുമ്പസാരിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അലക്സെ, അവസാനം നിമിഷം കൊണ്ട് തലം തല്ലി കൊടുക്കുന്ന പരിപാടി കാണിക്കരുത്. എന്ന് വെച്ചാൽ എനിക്ക് അമ്മച്ചെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റും. അമ്മച്ചി എന്താ രണ്ടുപേരും കൂടെ ഒരു ഒളിച്ചുകളി? ആരാ ഇത്? അമ്മച്ചി ഞങ്ങളെ അനുഗ്രഹിക്കണം. തോന്നിവാസം കാണിച്ചിട്ട് അമ്മച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നിരിക്കുന്നവൻ നാണം ഉണ്ടോടെ നിനക്ക്? ചന്ദനമേലി തറവാട്ട് ഇത് ആദ്യത്തെ സംഭവം. നിന്റെ അപ്പച്ചൻ ജീവിച്ചിരിക്കുവായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കുമായിരുന്നു. നൊന്തു പ്രസവിച്ച ഒരേ ഒരു ആൺതരി, അവന്റെ വിവാഹത്തെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഈ പാവം അമ്മച്ചിക്ക്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നീ കാറ്റി പറത്ത് കളഞ്ഞില്ലടാ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ അവളെ? 3 വർഷം മുമ്പ് കോലഞ്ചേരി ഓൾ ഏഞ്ചൽസ് കോൺവെന്റിൽ SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച പെൺകുട്ടിക്ക് അപ്പച്ചന്റെ പേരിലുള്ള മെഡൽ അമ്മച്ചി സമ്മാനിച്ചത്. പട്ടിണി കിടന്ന് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചു പാസ്സായി ഈ പെൺകുട്ടിക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് അന്ന് അമ്മച്ചി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കണ്ടോ കണ്ടോ അമ്മച്ചിയുടെ മനസ്സലിയുന്ന കണ്ടോ? അലിയും അതിവന് നന്നായി അറിയാം. സെന്റിമെന്റ്സിലല്ല കയറി പിടിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും സ്വന്തം മകനല്ലേ, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ. അവനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് ഈ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവളെ അവമാനിച്ച് പറഞ്ഞു വിടുന്നത് എങ്ങനെ അമ്മച്ചിക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഞാൻ അതിന് കുട്ടിയിക്കൂല. തറവാടിന്റെ അന്തസ്സിനല്ലേ ഇവൻ കത്തിവെച്ചത്. ഇവളെ വിളിച്ചോണ്ടാ പോടാ. അങ്ങോട്ട് ഏറ്റില്ലല്ലേ? ഇല്ലെന്ന് മാത്രമല്ല, നീ കുറച്ച് ഓവറായിരുന്നു. സെന്റിമെന്റ്സ് അല്പം കൂടി. ഞാനിതാ വരുന്നു. നീ എവിടെ പോണു? വാടകയ്ക്ക് ഒരു വീട് അന്വേഷിക്കാൻ. ഇനി ഏതായാലും ഇതിനകത്ത് കേട്ടില്ലല്ലേ. അമ്മച്ചി, രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചു അല്ലേ? അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല. വേണ്ട വേണ്ട, എനിക്കറിയാം. എന്താ മോളുടെ പേര്? ശോഭ. വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. നീ ഇനി കൂടുതൽ വിസ്തരിക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടപ്പോഴേ എനിക്കും ഇഷ്ടായി. വാ മോളെ.